ഹായ് ഫ്രണ്ട്സ്, കുക്ക് ഫോർ ലൈവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സ്നാപ്പ് മെലൺ ജ്യൂസ് ആയാലോ. പല നാടുകളിലും ഇത് പല പേരിലാണ് അറിയപ്പെടുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്താണ് പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇനി നമുക്ക് ആദ്യമായിട്ട് ഒരു തേങ്ങയുടെ പകുതി ചിരകിയെടുക്കാം. അതൊന്ന് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. നന്നായി അരഞ്ഞു കിട്ടുന്നതിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിതിപ്പോൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിലേക്ക് ഒന്ന് അരിച്ചെടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ, അതിൻ്റെ ആ ടേസ്റ്റ് നഷ്ടപ്പെട്ടു പോകും. നല്ല തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അവരവരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം കേട്ടോ. ഇനി പഞ്ചസാര തന്നെ വേണമെന്നില്ല, ശർക്കരയാണെങ്കിലും നല്ലതാണ്. ജ്യൂസ് അടിക്കുന്നതിന് മുമ്പ് സ്നാപ്പ് മെലോൺ നന്നായി തണുപ്പിച്ചെടുക്കണം കേട്ടോ. ഫ്രീസറിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കണം. ഇനി അങ്ങനെ തണുപ്പിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ജ്യൂസ് ആയതിന് ശേഷം ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്താലും മതി. ഇനി നമുക്കൊരു ടീസ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സീഡ്സ് ഒന്ന് മാറ്റണം. സീഡ്സ് പൂർണ്ണമായിട്ട് മാറ്റണമെന്നൊന്നുമില്ല, എങ്കിൽ പരമാവധി നീക്കം ചെയ്തെടുക്കാം. ഇപ്പോൾ സീഡ്സൊക്കെ നമ്മൾ പരമാവധി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന തേങ്ങാപ്പാലിലേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സീഡ്സ് പൂർണ്ണമായിട്ടും നമ്മൾ അതിൽ നിന്ന് നീക്കം ചെയ്യുകയാണെങ്കിൽ നമുക്കിത് മിക്സിയിലാണെങ്കിലും അടിച്ചെടുക്കാം കേട്ടോ. മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി സ്മൂത്ത് ആയിരിക്കും. പക്ഷേ നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ശരീരത്തിന് ഏറ്റവും കൂടുതൽ തണുപ്പ് കിട്ടുന്നതും നല്ല പോഷക മൂല്യവുമുള്ള ഒരു ജ്യൂസാണത്. ഇനി നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് പകർത്താം. ഈ ജ്യൂസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ, കൂടെ ഒരു ലൈക്ക് തന്നേക്കട്ടോ.